APCC അംഗം KV സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പരാതിയിലാണ് നടപടി. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചന എന്നാണ് KV സുബ്രഹ്മണ്യന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന നേതൃയോഗത്തിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ KV സുബ്രഹ്മണ്യനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരായി പ്രവർത്തിച്ചു എന്നായിരുന്നു ആരോപണം. DCCയും സുബ്രഹ്മണ്യനെതിരെ നിലപാടെടുത്തു. ഇതോടെയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം. പാർട്ടി നടപടിക്ക് വിധേയനായ ചേവായൂർ ബാങ്ക് ഭരണസമിതി അധ്യക്ഷൻ പ്രശാന്തിനൊപ്പം വാർത്താ സമ്മേളനം നടത്തിയതും ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച സുബ്രഹ്മണ്യന്റെ തീരുമാനവും KPCC അംഗീകരിച്ചു. അതേസമയം തനിക്കെതിരെ നടപടിയെടുത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മൂവർ സംഘമാണ് പിന്നിലെന്നും KV സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് 5 ദിവസം കൊണ്ട് തീർക്കണമെന്ന് 8 മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഡിസംബർ 31 വരെ കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രവീൺ കുമാറാണ്, DCC പ്രസിഡന്റാണ്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചേവായൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. പാർട്ടി നടപടി നേരിട്ട ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാറിനെ തിരിച്ചെടുക്കണമെന്നായിരുന്നു ബാങ്ക് മുൻ ഡയറക്ടറായ KV സുബ്രഹ്മണ്യന്റെ ആവശ്യം. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് KV സുബ്രഹ്മണ്യൻ രാജിവെച്ചത്. 24 കോഴിക്കോട്.